Hello, once again welcome back to Plus Line. ഇന്ന് വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സിന്റെ നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ കാരണം +1 +2 എക്സാമിന് ആവശ്യമായിട്ടുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻസും ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടീഷൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഷെയർ ചെയ്യാൻ തന്നെ വീഡിയോ. +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 40 ചോദ്യങ്ങൾ, സൂപ്പർ 14 ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ്. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ചോദ്യങ്ങൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ടോക്കൺസ് ആൻഡ് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ഇൻ C++ലെ ടോക്കൺസുകൾ എന്തെല്ലാമാണെന്നും പ്രധാനപ്പെട്ട ഡാറ്റ ടൈപ്സ് എന്തെല്ലാമാണെന്നും വിശദമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, ഇമ്പോർട്ടന്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിഫൈൻ ജമ്പ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ടൈപ്സ് ഓഫ് ജമ്പ് സ്റ്റേറ്റ്മെന്റ് ഇൻ C++ വിത്ത് എക്സാമ്പിൾസ്. എന്താണ് ജമ്പ് സ്റ്റേറ്റ്മെന്റ് എന്നും വിവിധ തരത്തിലുള്ള ജമ്പ് സ്റ്റേറ്റ്മെന്റ് ഏതെല്ലാമാണെന്നും അവയുടെ ഉദാഹരണങ്ങളും പഠിച്ചിരിക്കേണ്ടതാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എൻട്രി കൺട്രോൾ ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. എന്താണ് എൻട്രി കൺട്രോൾ ലൂപ്പ് എന്നും എന്താണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്നും അവയുടെ വ്യത്യാസങ്ങളും പഠിച്ചിരിക്കേണ്ടതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ കമ്പയർ ദ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഇഫ് ആൻഡ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. അപ്പം സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഇഫും സ്വിച്ച് സ്റ്റേറ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസങ്ങളും മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റീറൈറ്റ് ദ C++ കോഡ് യൂസിങ് സ്വിച്ച് കേസ് ആൻഡ് ലൂപ്പ്. ഒരു C++ കോഡ് തന്നിട്ട് സ്വിച്ച് കേസും ലൂപ്പും ഉപയോഗിച്ച് റീറൈറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ നെസ്റ്റഡ് ലൂപ്പ്. എന്താണ് നെസ്റ്റഡ് ലൂപ്പ് എന്നും പഠിച്ചിരിക്കേണ്ടതാണ്. സെക്കൻഡ് ചാപ്റ്റർ അരയാണ്. അര എന്ന ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 4 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ ആൻ അരേ, റൈറ്റ് ദ സിന്റാക്സ് ടു ഡിക്ലെയർ ആൻ അരേ വിത്ത് ആൻ എക്സാമ്പിൾ. എന്താണ് അരേ എന്നും അതുപോലെ തന്നെ ഒരു അരേ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, അതിന്റെ സിന്റാക്സ് എഴുതാനും അവയുടെ ഉദാഹരണം എഴുതാനും അറിഞ്ഞിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിഫൈൻ അരേ ട്രവേഴ്സൽ വിത്ത് ആൻ എക്സാമ്പിൾ. എന്താണ് അരേ ട്രവേഴ്സൽ എന്നും അവയുടെ ഉദാഹരണവും അറിഞ്ഞിരിക്കേണ്ടതാണ്. തേർഡ് ക്വസ്റ്റ്യൻ റൈറ്റ് എ C++ പ്രോഗ്രാമിംഗ്. ഒരു സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനെ ബേസ് ചെയ്തൊരു C++ പ്രോഗ്രാം എഴുതാനൊക്കെ ചോദിക്കാറുണ്ട്. സാധാരണയായി ചോദിക്കുന്നത് കുറച്ച് നമ്പേഴ്സ് തന്നിട്ട് അതിന്റെ സമ്മ് കണ്ടെത്തുക അല്ലെങ്കിൽ ആവറേജ് കണ്ടെത്തുക എന്ന രീതിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങളത് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഫോർത്ത് ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ഗെറ്റ്സ് ഫംഗ്ഷൻ ആൻഡ് പുട്ട്സ് ഫംഗ്ഷൻ. എന്താണ് ഗെറ്റ് ഫംഗ്ഷൻ എന്നും എന്താണ് പുട്ട് ഫംഗ്ഷൻ എന്നും അറിഞ്ഞിരിക്കേണ്ടതാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. തേർഡ് ചാപ്റ്റർ ഫംഗ്ഷൻസ് ആണ്. ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഇൻ C++ലെ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്തെല്ലാമാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ കമ്പയർ കോൾ ബൈ വാല്യൂ മെത്തേഡ് ആൻഡ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. എന്താണ് കോൾ ബൈ വാല്യൂ മെത്തേഡ്, എന്താണ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ് എന്നും അവയുടെ വ്യത്യാസങ്ങളും പഠിച്ചിരിക്കേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ മോഡുലാർ പ്രോഗ്രാമിംഗ് ആൻഡ് ഇറ്റ്സ് മെറിറ്റ്സ്. എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ്, അതുപോലെ തന്നെ മോഡുലാർ പ്രോഗ്രാമിംഗിന്റെ മേന്മകൾ എന്തെല്ലാമാണ്, അഡ്വാൻറ്റേജസ് മെറിറ്റ്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലോക്കൽ വേരിയബിൾ ആൻഡ് ഗ്ലോബൽ വേരിയബിൾ. എന്താണ് ലോക്കൽ വേരിയബിൾ എന്നും എന്താണ് ഗ്ലോബൽ വേരിയബിൾ എന്നും അവയുടെ വ്യത്യാസങ്ങളും പഠിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത് വെബ് ടെക്നോളജിയാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നെയിം ദ എസെൻഷ്യൽ ടാഗ്സ് ഇൻ HTML ആൻഡ് എക്സ്പ്ലെയിൻ ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ്. HTMLലെ പ്രധാനപ്പെട്ട ടാഗുകൾ എന്തെല്ലാമാണെന്നും അതുപോലെ തന്നെ ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫറൻഷിയേറ്റ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ്. എന്താണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്നും സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്നും അവയുടെ വ്യത്യാസങ്ങളും പഠിച്ചിരിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ കമ്പയർ സ്റ്റാറ്റിക് വെബ് പേജ് ആൻഡ് ഡൈനാമിക് വെബ് പേജ്. സ്റ്റാറ്റിക് വെബ് പേജ് എന്താണ്, ഡൈനാമിക് വെബ് പേജ് എന്താണെന്നും അവയുടെ വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ചാപ്റ്റർ വെബ് ഡിസൈനിങ് യൂസിങ് HTML. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 4 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ HTML കോഡ് ടു ക്രിയേറ്റ് ദ ഫോളോയിങ് ടേബിൾ ആൻഡ് വെബ് പേജ്.
ചുവടെ ഒരു ടേബിളും അതുപോലെ തന്നെ ഒരു വെബ് പേജിന്റെ മാതൃകയൊക്കെ തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ട HTML കോഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യേണ്ട HTML കോഡ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലാക്കിയിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിസ്റ്റ് ഇൻ HTML. HTML വിവിധ തരത്തിലുള്ള ലിസ്റ്റുകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഫോം ടാഗ്, ഫ്രെയിം ടാഗ്, ഇൻപുട്ട് ടാഗ്, ടേബിൾ ടാഗ് ആൻഡ് ഇറ്റ്സ് ആട്രിബ്യൂട്ട്സ്. അപ്പൊ എന്താണ് ഫോം ടാഗ് എന്ന് അറിഞ്ഞിരിക്കണം, ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഫ്രെയിം ടാഗ്, അതുപോലെ എന്താണ് ഇൻപുട്ട് ടാഗ് എന്നും ടേബിൾ ടാഗ് എന്ന് അറിഞ്ഞിരിക്കണം. അവയുടെ ആട്രിബ്യൂട്ട്സ് എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ പഠിച്ചിരിക്കണം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് സെൽ സ്പേസിംഗ് ആൻഡ് സെൽ പാഡിംഗ്. എന്താണ് സെൽ സ്പേസിംഗ് എന്നും എന്താണ് സെൽ പാഡിംഗ് എന്നും അവയുടെ വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബിൽഡ് ഇൻ ഫങ്ഷൻസ് ആൻഡ് ഡാറ്റ ടൈപ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിലെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തെല്ലാമാണ്, അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിലെ ഡാറ്റ ടൈപ്സ് എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ആൻ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ. അപ്പൊ എന്താണ് എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ എന്നും എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ, അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി 3 വേസ് ടു ആഡ് ജാവാസ്ക്രിപ്റ്റ് ടു എ വെബ് പേജ്. ഒരു വെബ് പേജിൽ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ഏതെങ്കിലും 3 മാർഗങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ വെബ് ഹോസ്റ്റിംഗ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 4 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വെബ് ഹോസ്റ്റിംഗ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. എന്താണ് വെബ് ഹോസ്റ്റിംഗ് എന്നും വിവിധ തരത്തിലുള്ള വെബ് ഹോസ്റ്റിംഗ് ഏതെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ CMS വിത്ത് ആൻ എക്സാമ്പിൾ. അപ്പൊ എന്താണ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്നും അവയുടെ ഉദാഹരണവും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇമ്പോർട്ടന്റ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഫ്രീ ഹോസ്റ്റിംഗ് മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്. എന്താണ് ഫ്രീ ഹോസ്റ്റിംഗ് എന്നും ഫ്രീ ഹോസ്റ്റിംഗിന്റെ മേന്മകൾ എന്തെല്ലാമാണെന്നും അവയുടെ പോരായ്മകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ വിത്ത് എക്സാമ്പിൾ. അപ്പൊ എന്താണ് FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ എന്നും FTP ക്ലയന്റ് സോഫ്റ്റ്വെയറിന്റെ ഉദാഹരണവും മനസ്സിലാക്കിയിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 4 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ റിലേഷണൽ ഓൾജിബ്ര ആൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻസ്. അപ്പൊ എന്താണ് റിലേഷണൽ ഓൾജിബ്ര എന്നും അവയുടെ ഓപ്പറേഷൻസ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അപ്പൊ എന്താണ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നും മെറിറ്റ്സ്, കമ്പോണൻസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റാബേസ് യൂസേഴ്സ്. അപ്പൊ എന്താണ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നും അവയുടെ മെറിറ്റ്സ്, മേന്മകൾ എന്തെല്ലാമാണ്, കമ്പോണൻസ്, ഘടകങ്ങൾ എന്തെല്ലാമാണെന്നും ഡേറ്റാബേസ് യൂസേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ, വിവിധ തരത്തിലുള്ള ഡേറ്റാബേസ് യൂസേഴ്സ് ഏതെല്ലാമാണെന്നും അറിഞ്ഞിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ കീ ആൻഡ് ടൈപ്സ് ഓഫ് കീസ് ഇൻ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അപ്പം എന്താണ് കീ എന്നും വിവിധ തരത്തിലുള്ള കീ ഏതെല്ലാമാണ്, റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ വിവിധ തരത്തിലുള്ള കീ ഏതെല്ലാമാണെന്നും അറിഞ്ഞിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ ഇൻ DBMS. DBMSലെ വിവിധ തരത്തിലുള്ള ഡേറ്റ അബ്സ്ട്രാക്ഷൻസ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഡേറ്റ ഇൻഡിപെൻഡൻസ് ആൻഡ് ഡിഫറെന്റ് ലെവൽസ്. അപ്പൊ എന്താണ് ഡേറ്റ ഇൻഡിപെൻഡൻസ് എന്നും അവയുടെ വിവിധ ലെവലുകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ കൺസ്ട്രെയിൻസ് ഇൻ SQL, കമ്പയർ കോളം കൺസ്ട്രെയിൻസ് ആൻഡ് ടേബിൾ കൺസ്ട്രെയിൻസ്. അപ്പം SQLിലെ കൺസ്ട്രെയിൻസ് എന്തെല്ലാമാണെന്ന് വിശദമായി പഠിക്കുക. അതുപോലെ തന്നെ കോളം കൺസ്ട്രെയിൻസ് എന്താണ്, ടേബിൾ കൺസ്ട്രെയിൻസ് എന്താണെന്നും അവയുടെ കമ്പാരിസണും വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ കമ്പോണൻസ് ഓഫ് SQL ആൻഡ് ഡേറ്റ ടൈപ്സ് ഓഫ് SQL. SQLിന്റെ കമ്പോണൻസ്, ഘടകങ്ങൾ എന്തെല്ലാമാണെന്നും SQLിന്റെ ഡേറ്റ ടൈപ്സ്, വിവിധ തരത്തിലുള്ള ഡേറ്റ ടൈപ്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി SQL സ്റ്റേറ്റ്മെന്റ് ഫോർ ദ ഡേറ്റ ഗിവൺ. ചുവടെ കുറച്ച് ഡേറ്റ തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ഒരു SQL സ്റ്റേറ്റ്മെന്റ് എഴുതാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് ജസ്റ്റ് നിങ്ങൾ നോക്കി വെച്ചിരിക്കണം. നെക്സ്റ്റ് ചാപ്റ്റർ, എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ERP, ഇറ്റ്സ് ബെനിഫിറ്റ്സ്, റിസ്ക്, ഫങ്ഷണൽ യൂണിറ്റ്സ് ആൻഡ് റിലേറ്റഡ് ടെക്നോളജീസ്. അപ്പൊ എന്താണ് ERP, എന്താണ് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്നും
ERPയുടെ മേന്മകൾ എന്തെല്ലാമാണ്, ERPയുടെ റിസ്കുകൾ എന്തെല്ലാമാണ്, ERPയുടെ ഫങ്ഷണൽ യൂണിറ്റ്സും അതുമായി ബന്ധപ്പെട്ട ടെക്നോളജീസ് സാങ്കേതിക വിദ്യകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് BPR ഇൻ ERP ഇംപ്ലിമെന്റേഷൻ. എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് നടപ്പിലാക്കുന്നതിൽ BPRന്റെ പ്രാധാന്യം, അതായത് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗിന്റെ പ്രാധാന്യം എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ്. തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ SAP. അപ്പൊ എന്താണ് SAP എന്നും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ചാപ്റ്റർ, ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽസ്, പ്രോപ്പർട്ടി ആൻഡ് ഗവൺമെന്റ്. എന്താണ് സൈബർ കുറ്റകൃത്യം, സൈബർ ക്രൈം എന്നും അതുപോലെ തന്നെ വ്യക്തികൾക്കെതിരായിട്ടുള്ള സൈബർ ക്രൈം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരായിട്ടുള്ള സൈബർ ക്രൈംസ് എന്തൊക്കെയാണെന്നൊക്കെ പഠിച്ചിരിക്കണം. പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ് പഠിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോപ്പിറൈറ്റ്, ഹൗ ഇറ്റ് ഡിഫർ ഫ്രം പേറ്റന്റ്. എന്താണ് കോപ്പിറൈറ്റ് എന്നും ഒരു കോപ്പിറൈറ്റ് എങ്ങനെയാണ് പേറ്റന്റിൽ നിന്നും വ്യത്യസ്തമാവുന്നതെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ്. കുറച്ച് ടേംസ് തന്നിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ ചോദിക്കാറുണ്ട്. സൈബർ ഫോറൻസിക്സ് എന്താണ്, അല്ലെങ്കിൽ ഇൻഫോമാനി എന്താണ്, ട്രേഡ് മാർക്ക് എന്താണ്, എന്താണ് SMS, MMS, GPS തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിരിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് GPS ആൻഡ് എഡ്ജ്. GPS-ഉം എഡ്ജും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതും പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സിന്റെ നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ചോദിച്ചത് നോട്ട്സ് കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാൻ. ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഓഫ്.